Namaskaram, my dear ones. This is Nishant Srignath from Kaidu and welcome to a new video. ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ കഴിഞ്ഞൊരു 2-3 മാസങ്ങളായിട്ട് സ്റ്റുഡൻസിൻ്റെ അടുത്ത് വരുന്നൊരു മേജർ കൺഫ്യൂഷൻ ഏരിയ ഉണ്ട്. അതായത് ഈ കൺഫ്യൂഷൻ പലവരും പല തവണയായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ നമ്മുടെ ഈ കറണ്ട് എക്സാമിനേഷൻ തൊട്ട്, അത് ജൂൺ 2024 എക്സാമിനേഷനാണ് ഈ കൺഫ്യൂഷന് തുടക്കം ഇടുന്നത്. അപ്പോൾ ഈ എക്സാം തൊട്ടാണ് ഈ കൺഫ്യൂഷൻ ഇനി വരാനും പോകുന്നത്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഞാൻ ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കൺഫ്യൂഷൻ മൊത്തം മാറിക്കിട്ടും. കൺഫ്യൂഷൻ ഇസ് ഓൾ റിഗാർഡിംഗ് അവർ ടോപ്പിക് 115 BAC. Okay, once again 115 BAC. പിന്നീട് പലരും ചോദിച്ചേക്കണ കാര്യമാണ്, സാറേ നമ്മുടെ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു, ഏതാണ് 115 BAC എന്നോ ഓൾഡ് റെജീം എന്നോ ഒന്നും പറഞ്ഞില്ല, നമ്മൾ എന്ത് പ്രകാരം ക്വസ്റ്റ്യൻ ചെയ്യണം? ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നു 115 BAC 1A എന്ന് കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ 115 BAC 1A പ്രകാരം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 115 BAC 2 എന്ന് പറഞ്ഞ വല്ലതും ക്വസ്റ്റ്യൻ കണ്ടാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ 115 BAC 6 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം എന്നുള്ളത്. എന്താ ചെയ്യണ്ടേ? ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് വെദർ ഈ 115 BAC 1 എന്ന് പറയുന്നതും 1A എന്ന് പറയുന്നതും 115 BAC 2 എന്ന് പറയുന്നത് 115 BAC 6 എന്നൊക്കെ പറയുന്ന ആപ്ലിക്കബിലിറ്റി എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ഇത്രയും കാലം സംഭവിച്ചെന്താ, നമ്മൾ നമ്മുടെ നോർമൽ ടാക്സ് റെജീംസ്, അത് 0 to 2.5, 2.5 to 5, 5 to 10, 10 and upwards എന്നുള്ള സ്ലാബിൽ ഒരു 60 വയസ്സിന് താഴെയുള്ള റെസിഡന്റ് ഓർ നോൺ റെസിഡന്റ് ഇൻഡിവിജ്വൽ വാട്ട് എവർ ഇറ്റ് ഇസ് റിഗാർഡ്ലെസ് ഓഫ് ദി ഏജ് ടാക്സ് അടച്ചു പോകുന്നു അല്ലേ. 2020-21 നമ്മുടെ പുതിയ ആൾ വന്നത് 115 BAC വന്നത്. അപ്പം ഇത്രയും കാലം, അത് ഈ എക്സാം അല്ല, പ്രീവിയസ് ഇയർ 2022-23 വരെ, 23-24 അല്ല 22-23 പ്രീവിയസ് ഇയർ വരെ കിടന്നിരുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ പോകും. ഇപ്പം ഞാൻ ടാക്സ് അടയ്ക്കാൻ പോവാണ്, ഞാൻ നോർമലിലാണ് കിടക്കുന്നത്. ഇനി എനിക്ക് നോർമലിൽ നിന്ന് 115 BAC പോകണം, പുതിയ സിസ്റ്റം എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ഒരു അപേക്ഷ നൽകി, ആ അപേക്ഷ പ്രകാരം അപേക്ഷ അവർ ആക്സെപ്റ്റ് ചെയ്ത് ഞാൻ പുതിയ സിസ്റ്റത്തിലേക്ക് പോകുന്നു, അത് 115 BAC പോകുന്നു, ഓൾട്ടർനേറ്റ് സിസ്റ്റത്തിലേക്ക് പോകുന്നു. ഇപ്പം കളി മാറി. ഇപ്പം കളി എങ്ങനെയാ? ഞാൻ ടാക്സ് അടയ്ക്കാൻ പോകുമ്പോൾ ഞാൻ പുതിയ സിസ്റ്റത്തിലാണ് പോകുന്നത്, അത് 115 BAC ഞാൻ പോകുന്നത്. ഇനി അതിൽ നിന്ന് ഞാൻ മാറണമെങ്കിൽ, എനിക്ക് എൻ്റെ പഴയ സിസ്റ്റം വേണമെങ്കിൽ, ആ 0 to 2.5, 2.5 to 5 വേണമെങ്കിൽ അതിനുവേണ്ടി ഞാനൊരു അപേക്ഷ നൽകി, ആ അപേക്ഷ ആക്സെപ്റ്റ് ചെയ്ത് ഞാൻ പഴയ സിസ്റ്റത്തിലേക്ക് പോകുന്നു. അതാണ് സിസ്റ്റം. അപ്പോൾ ഓൾവേസ് റിമെമ്പർ, ഇപ്പോൾ ഡീഫോൾട്ട് എന്ന് പറയുന്നത് ഇസ് 115 BAC. അതിൽ തന്നെ മനസ്സിലാക്കോ, ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ല എങ്ങനെ ടാക്സ് ലയബിലിറ്റി അടയ്ക്കുന്നത് 115 BAC ആണ് ഒന്നും പറയുന്നില്ലെങ്കിൽ, അത് ഓൾഡ് റെജീമെന്നോ 115 BAC എന്നോ ഓൾട്ടർനേറ്റ് എന്നോ ഒന്നും പറയുന്നില്ലെങ്കിൽ, ഇറ്റ് ഇസ് ഓൾവേസ് 115 BAC. കാരണം ഇന്ന് സാധാരണ നിലയിൽ വരെ ടാക്സ് അടയ്ക്കാൻ പോകുമ്പോൾ 115 BAC വെച്ച് മാത്രം അടയ്ക്കാൻ പറ്റൂ. ഇപ്പോൾ 0 to 3, 3 to 6, 6 to 9, 9 to 12, 12 to 15, 15 and upwards ആ സ്ലാബിലാണ് ടാക്സ് പേയ്മെന്റ് പോകേണ്ടത്. ക്ലിയർ? ഇനി സെക്കൻഡ് തിങ്, ചില ക്വസ്റ്റ്യൻസിൽ 115 BAC 1A പ്രകാരം ടാക്സ് അടയ്ക്കണം എന്ന് പറയുന്നു. ചില ക്വസ്റ്റ്യൻസിൽ പറയുന്നു അസസി വിഷസ് ടു എക്സർസൈസ് ഓപ്ഷൻ അണ്ടർ സെക്ഷൻ 115 BAC 6 എന്നും പറയുന്നു. ഇത് രണ്ട് സെയിം ആണോ? അത് ക്വസ്റ്റ്യൻ പറയുന്നു അസസി 115 BAC 1A പ്രകാരം ടാക്സ് അടയ്ക്കുന്നു, അല്ലെങ്കിൽ പറയുന്നു അസസി വിഷസ് ടു എക്സർസൈസ് ഓപ്ഷൻ അണ്ടർ സെക്ഷൻ 115 BAC 6. ഇത് ഞാനൊരു ഇമേജിലൂടെ കാണിച്ചു തരാം. ദിസ് ഇസ് യു. ഇത് നിങ്ങളൊരു മുറിയുടെ അകത്തേക്ക് ഇങ്ങനെ കയറുകയാണ്. ഓക്കെ, ദിസ് ഇസ് എ റൂം. ഇമാജിൻ ദിസ് ഇസ് എ റൂം. ഓക്കെ, ഈ റൂമിനകത്ത് 3 ഡോറാണ്. ഇവിടെ ഡോറുണ്ട്, അല്ല ഇവിടെ ഒരാളുണ്ട്. ഓക്കെ, ഇവിടെ വേറൊരാളുണ്ട്, ഇവിടെ വേറൊരാളുണ്ട്, ആൻഡ് ഹീസ് ഗാർഡിങ് എ ഡോർ. ഇവിടെ ഡോറുണ്ട്. ഓക്കെ, ദിസ് ഇസ് കണക്ടിങ് ടു അനദർ റൂം. ഇത് വേറെ റൂമിലേക്ക് കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കണം. ടാക്സ് അടയ്ക്കാനായി നിങ്ങൾ ഡീഫോൾട്ട് പേജിലാണ് കയറി പോകാൻ പോകുന്നത്. സാധാരണ രീതിയിൽ നിങ്ങൾ ഏതിലേക്കാണ് പോകുന്നത്? 115 BAC നിങ്ങൾ കയറി ചെല്ലാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൾ ദിസ് പെർസൺ ഇസ് 115 BAC 1A. ഇയാൾ വന്ന് പറഞ്ഞു തന്നു, സാറ് ഇപ്രാവശ്യം ടാക്സ് അടയ്ക്കാൻ പോകുന്നത് 0 to 3, 3 to 6, 6 to 9, 9 to 12, 12 to 15, 15 and upwards എന്നുള്ള സ്ലാബിലാണ്. ഓക്കെ, നിങ്ങൾ സ്ലാബൊക്കെ കേട്ടു. ഇനി രണ്ടാമത്തെ ആൾ 2ൻ്റെ ആളാണ്. 2ൻ്റെ ആൾ പറഞ്ഞു തന്നു, സാറ് ഇവിടെ ടാക്സ് അടയ്ക്കാൻ വരികയാണെങ്കിൽ ഇത്രയും നാൾ സാർ എടുത്തിരുന്ന കുറേ ഡിഡക്ഷൻസും കുറേ എക്സംഷൻ ബെനിഫിറ്റ്സ് ഉണ്ട്, അതിൽ ഒരു ലിസ്റ്റ് സാധനങ്ങൾ ഞങ്ങൾ തരില്ല. കുറേ ഡിഡക്ഷൻസും കുറേ എക്സംഷൻ ബെനിഫിറ്റ്സും ഞങ്ങൾ തരില്ല. രണ്ടാമത്തത്, സാറിൻ്റെ സെറ്റ് ഓഫും ക്യാരി ഫോർവേഡിൻ്റെ അതിന് ഞങ്ങൾ കുറേ റെസ്ട്രിക്ഷൻസ് വയ്ക്കും. അപ്പോൾ 2 എന്താ പറയുന്നത്? ഈ മുറി കയറിയാൽ നമുക്ക് കിട്ടാത്ത കുറേ ബെനിഫിറ്റ്സ്, അത് ഡിഡക്ഷൻ, എക്സംഷൻ, സെറ്റ് ഓഫ് ബെനിഫിറ്റ്സ് നമുക്ക് എന്തൊക്കെയാണ് കിട്ടാത്തെന്നുള്ളത് ഈ ആശാൻ പറയുന്നു. ഇനി മൂന്നാമത്തെ ആൾ, അയാളാണ് 115 6 പറയുന്നു, 115 BAC 6 പറയുന്നു, സാറിപ്പോൾ 1A പറഞ്ഞതും കേട്ടു, 2 പറഞ്ഞതും കേട്ടു. ഇനി സാറിന് തോന്നുകയാണ് സാറിന് ഇവിടെ ടാക്സ് അടയ്ക്കണ്ട,
സാറിന് തോന്നാണ് സാറിന് ഇവിടെ ടാക്സ് അടയ്ക്കേണ്ട. അങ്ങനെയെങ്കിൽ ഞാൻ സാറിന് ഒരു ഓപ്ഷൻ തരാം. സാറിന് ഓപ്ഷൻ വേണമെങ്കിൽ എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ എടുക്കാണ്ടിരിക്കാം. ഓപ്ഷൻ എന്താ വെച്ചാൽ, സാറേ ഞാൻ ഈ ഡോർ അങ്ങ് തുറന്നു തരും. തുറന്നു തന്നു കഴിഞ്ഞാൽ സാറിന് ഇവിടുന്ന് ഇതിങ്ങോട്ട് പോവാം. ഇവിടെ എന്താ ഓൾഡ് സിസ്റ്റം, 0 to 2.5, 2.5 to 5 lakh, 5 to 10 lakh, 10 lakh and upwards. മനസ്സിലായോ? അത് ഈ 6 തുറന്നു തരുന്ന ഒരു ഡോറാ. ആ ഡോറ് തുറക്കണോ വേണ്ടത് സാറിന്റെ ഓപ്ഷനാണ്. അപ്പോൾ സാറിപ്പോൾ ഞാൻ തരുന്ന ഓപ്ഷൻ എക്സർസൈസ് ചെയ്താൽ, അത് 115 BAC 6 തരുന്ന ഓപ്ഷൻ സാർ എക്സർസൈസ് ചെയ്തതിൻ്റെ അർത്ഥം എന്താ? സാറിന് 115 BAC വേണ്ട, പഴയതിലേക്ക് പോകണം. ഇപ്പോൾ ഒരു അപേക്ഷ നൽകണം ഫോം 10IE. ഫോം 10Iയിൽ നമ്മളൊരു അപേക്ഷ നൽകി, അതിലാണ് നമ്മൾ ഈ പുറത്തേക്ക് പോണത്. ക്ലിയർ? അപ്പോൾ ഇതാണ് 115 BAC 6 പറയുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ കാണുക, SSC എക്സർസൈസസ് ഓപ്ഷൻ അണ്ടർ സെക്ഷൻ 115 BAC 6 എന്ന് വെച്ചാൽ എന്താ? SSC ഓൾഡ് സിസ്റ്റത്തിലേക്ക് പോയി, അത് നോർമൽ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ടിലേക്ക് പോയി, 0 to 2.5 പോയി. 115 BAC 1 എടുത്തു എന്ന് പറയുന്ന അർത്ഥം നമ്മുടെ പുതിയത് എടുത്തു, 0 to 3, 3 to 6, 6 to 9, 9 to 12, 12 to 15, 15 upwards. ഇനി ആൾക്ക് 115 BAC 2 ആപ്ലിക്കബിൾ ആവുന്ന പറയുന്ന അർത്ഥം ആൾ 115 BAC എടുത്തു, 2 പ്രകാരമുള്ള ഇന്ന ഡിഡക്ഷൻസും ഇന്ന സാധനങ്ങളൊന്നും കിട്ടില്ല. അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. ഒന്നില്ലെങ്കിൽ ഒന്നും പറയില്ല, അപ്പം എന്തായാലും 115 BAC. അല്ലെങ്കിൽ പറയും ഇയാൾ ടാക്സ് അടയ്ക്കാൻ പോകുന്നത് 115 BAC 1A പ്രകാരമാണ്, അങ്ങനെയെങ്കിൽ 115 BAC. അല്ലെങ്കിൽ പറയും ഇയാൾ ടാക്സ് അടയ്ക്കാൻ പോകുന്നത് 115 BAC 6 ഓപ്ഷൻ എക്സർസൈസ് ചെയ്തിട്ടാണ്. അപ്പം എന്താ? ഡോറ് തുറന്നു തരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തുറന്നതാ, എനിക്കത് എക്സർസൈസ് ചെയ്യണം, എനിക്ക് ഓപ്ഷൻ വേണം, തുറന്നതാ. അങ്ങനെ ഓൾഡ് റെജീമിലേക്ക് പോയി. അല്ലെങ്കിൽ ഇങ്ങനെയും പറയും ഇയാൾ 115 BAC 6 ഓപ്ഷൻ എക്സർസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് ഡോറ് തുറന്നു തരണ്ട, ഡോർ അടച്ചിട്ടോ, ഞാൻ ഇവിടെ വേണ്ട, ഞാൻ ഇതിവിടെ നിന്നോളാം, അടച്ചിട്ടോ, തുറന്നു തരണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ 115 BACയിലാണ്. മനസ്സിലായോ? അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് സൂക്ഷിച്ചു നോക്കുക. 115 BAC എന്ന് പറഞ്ഞാൽ 115 BAC, ഒന്നും പറഞ്ഞില്ലെങ്കിൽ 115 BAC, 115 BAC 1A എന്ന് പറഞ്ഞാൽ 115 BAC, 115 BAC 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വാലായിട്ട് വരണം. എന്താ നോക്കണം? വാലായിട്ട് അല്ലെങ്കിൽ തലയായിട്ട്. എക്സർസൈസിങ് ഓപ്ഷനാണോ അത് നോട്ട് എക്സർസൈസിങ് ഓപ്ഷൻ ആണോ? നോട്ട് എക്സർസൈസിങ് ഓപ്ഷൻ അണ്ടർ സെക്ഷൻ 115 BAC 6 എന്ന് പറഞ്ഞാൽ ഡോർ തുറക്കണ്ടെന്നാണ് പറയണേ. അതായത് 115 BAC തന്നെയാണ് ഞാൻ. ഇതാണ് വളരെ കൺഫ്യൂഷൻ. അവരല്ലേ നോട്ട് എക്സർസൈസിങ് 115 BAC 6 നമ്മൾ വരും 115 BAC വേണ്ടെന്നാണ്. അപ്പോൾ ഓൾഡ് റെജീമ അല്ല. 115 BAC 6 വേണ്ട എന്ന് പറഞ്ഞാൽ ന്യൂ, അത് 115 BAC തന്നെ. 115 BAC 6 വേണമെന്ന് പറഞ്ഞാൽ ഡോർ തുറക്ക്, ഞാൻ അപ്പുറത്തെ മുറിയിലേക്ക് പോട്ടെ. ക്ലിയർ ആയോ? ഈ ഒരു ക്ലാരിറ്റി തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ പേരിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ 115 BAC കുറിച്ച് പറയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ നമ്പർ അറിയാലോ, ഡിസ്ക്രിപ്ഷനിലുണ്ടോ, എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി, ഞാൻ ആ ക്ലാരിറ്റി തരാം. ഓക്കെ? സോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അഥവാ എന്തെങ്കിലും ഡൗട്ടോ കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ ആസ് ഓൾവേസ് ജസ്റ്റ് റീച്ച് ഔട്ട്. എന്നെ കൊണ്ട് കഴിയാവുന്ന ഹെൽപ്പ് ഞാൻ എന്തായാലും ചെയ്തു തന്നിരിക്കും. ഓക്കെ? So tata, take care and goodbye. This is Nishant Srinath signing off and wishing you the very best for your upcoming exams.